ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്ത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ട് പുരട്ടി കുറച്ച് ബട്ടറല്ല, ഞാൻ ഗീ ആണ് എടുത്തത്. കുറച്ച് ഗീയും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് അരിഞ്ഞ് നോക്കാം. ഞാനിവിടെ ഒരു ഒനിയന്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ്, ഇത്രയും സാധനമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട മുട്ട നന്നായിട്ട് അടിച്ച് വെക്കാം. നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. സവാളയൊന്ന് മൂത്ത് വരുമ്പോൾ ബാക്കി പച്ചക്കറികൾ ഫുൾ ആഡ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വേവണം, പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് വരണം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഉപ്പോ കുരുമുളക് പൊടിയോ ഈ വെജിറ്റബിൾസിൽ ഇതൊന്നും ഇട്ടിട്ടില്ല. ഈ മുട്ടയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കിയതിന് ശേഷം നമുക്ക് അതിന് വേണ്ട കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനം ഞാൻ ഈ മുട്ടയും ചിക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് പിച്ചിപ്പറിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു കുഞ്ഞ് നാരങ്ങായും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നത് 3/4 ഭാഗം വെന്ത റൈസാണ്. അപ്പോൾ നമുക്കതിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2-3 ടൂട്ടി ഫ്രൂട്ടി നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് ഇടാം. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. അതിനകത്തേക്ക് നമുക്ക് ഈ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോസായ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്, എല്ലാം ഒന്ന് ബാലൻസ് ആയിരിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ തൂങ്ങി. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കുക. അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി.